നമ്മളിന്ന് പോകുന്നത് ഒരു പ്രത്യേക ലോകത്തേക്കാണ്. 1880കളിലെ അരിസോണയിലേക്ക്. എഡ്ഗാർ റൈസ് ബറോസിന്റെ 1933 കിടിലൻ നോവലാണ് ദി അപ്പാച്ചെ ഡെവിൾ. 2 ലോകങ്ങൾക്കിടയിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ കഥയാണിത്. അപ്പോ ഈ കഥയുടെ ഹൃദയത്തിലേക്ക് കടക്കാമല്ലേ? ഇതിലെ പ്രധാന കഥാപാത്രത്തിന്റെ ഒരു ദുരന്തയാത്രയുണ്ട്. പക്ഷേ ആ യാത്രയാണ് അയാളെ ഒരു ഇതിഹാസമാക്കി മാറ്റിയത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ കഥാനായകൻ, ഷോസ് ഡിജിജി. വെറൊരു പേരല്ല അത്. ബഡോൺ കോഹയെ അപ്പാച്ചെ ഗോത്രത്തിലെ ഏറ്റവും വലിയ പോരാളി. എല്ലാവർക്കും പേടിയാണ്, പക്ഷെ അതിലേറെ ബഹുമാനവും. അവിടത്തെ വെള്ളക്കാരായ കുടിയേറ്റക്കാർക്ക് ഈ പേര് കേട്ടാൽ തന്നെ മുട്ടിടിക്കും. അത്രയ്ക്ക് ഭീകരനായിരുന്നു അയാൾ. ശരിക്കും ഒരു പേടി സ്വപ്നം. ചെറുപ്പത്തിലെ യുദ്ധത്തിൽ പുലിയായതുകൊണ്ട് കിട്ടിയ പേരാണ് ദി അപ്പാച്ചെ ഡെവിൾ. ആ പേര് കേട്ടാൽ അറിയാം ആളത്ര നിസ്സാരക്കാരനല്ലെന്ന്. ഈ കഥ മനസ്സിലാക്കാൻ ഒരു വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം: പിണ്ടാലിക്കോയി. അപ്പാച്ചെ ഭാഷയിൽ വെളുത്ത കണ്ണുള്ളവർ എന്നാണിതിനർത്ഥം. അതായത് വെള്ളക്കാർ. അവർക്ക് വെളുത്ത കണ്ണുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഓർമ്മ വരൂ: കടുത്ത ശത്രുക്കൾ. ഇതിലൂടെ ഷോസ് ഡിജിജിയുടെ ഉള്ളിലെ ആ കടുത്ത വേദനയാണ് പുറത്തുവരുന്നത്, അല്ലേ? അയാൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? കാരണം അയാൾക്ക് വ്യക്തിപരമായി ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. സ്വന്തം ജനത കഷ്ടപ്പെടുന്നത് കണ്ടുമടുത്തു. അതുകൊണ്ടുതന്നെ യൂസൻ, അതായത് അവരുടെ ദൈവം, തങ്ങളെ ഉപേക്ഷിച്ച ശത്രുക്കളുടെ കൂടെ പോയി എന്നയാൾ വിശ്വസിച്ചു. അപ്പോ ഒരു യുദ്ധവീരന്റെ ഉള്ളിൽ എന്തായിരിക്കും നടക്കുന്നത്? നമുക്ക് ഷോസ് ഡിജിയുടെ മനസ്സിലേക്ക് ഒന്നെത്തി നോക്കാം. അയാളുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈയൊരു ആന്തരിക സംഘർഷമാണ്. അയാളുടെ ഉള്ളിലൊരു യുദ്ധം തന്നെ നടക്കുകയായിരുന്നു. ഒരു വശത്ത് അയാളുടെ അപ്പാച്ചെ അഭിമാനം, പിണ്ടാലിക്കോയെ ജീവനതുല്യം വെറുത്തൊരു ജീവിതം. പക്ഷെ മറുവശത്തോ അയാൾക്കൊരു വെള്ളക്കാരിയോട്, അതായത് വിജിറ്റബില്ലിങ്സിനോട് അടക്കാനാവാത്ത പ്രണയം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശത്രുവിനെ പ്രണയിക്കുന്ന ഒരു യോദ്ധാവ്. ഈ ബന്ധം എങ്ങനെ തുടങ്ങിയെന്നറിയാമോ? ഒരിക്കൽ ഷോസ് ഡിജിജി വിജിറ്റയെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. പിന്നീട് പട്ടാളക്കാർ അയാളെ പിടിക്കാൻ വന്നപ്പോൾ അവൾ അയാളെ രക്ഷപ്പെടാൻ സഹായിച്ചു. കണ്ടോ, 2 ലോകത്തുള്ളവരാണെങ്കിലും അവർക്കിടയിൽ എന്തോ ഒരു പ്രത്യേക കണക്ഷൻ രൂപപ്പെട്ടു. പക്ഷേ അയാൾ ധൈര്യം സംഭരിച്ച് അവളോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞ ആ നിമിഷം എല്ലാം തകർന്നുപോയി. അവളുടെ കണ്ണിൽ അയാൾ കണ്ടത് പ്രണയമായിരുന്നില്ല, ഭയമായിരുന്നു. അതിനേക്കാൾ ഭീകരമായ വെറുപ്പും, എന്തോ അശുദ്ധമായ ഒന്നിനെ കാണുന്നതുപോലെ. ആ നോട്ടം മതിയായിരുന്നു അയാളുടെ ഹൃദയം തകരാൻ. ഇതുവരെ കണ്ടതൊന്നുമല്ല, കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേയുള്ളൂ. അയാളുടെ ജീവിതത്തിന്റെ, അയാളുടെ വിശ്വാസങ്ങളുടെ എല്ലാം അടിത്തറയിളക്കുന്ന ഒരു സത്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ, അപ്പാച്ചകളുടെ ഏറ്റവും വലിയ യോദ്ധാവ് അയാൾ ശരിക്കും ഒരു അപ്പാച്ചെ അല്ലായിരുന്നെങ്കിലോ? ആ ഒരു ചോദ്യം മതി കഥയുടെ ഗതി തന്നെ മാറാൻ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ആ ഞെട്ടിക്കുന്ന സത്യം അതാണ്. ഷോസ് ഡിജിജി ദി അപ്പാച്ചെ ഡെവിൾ ജനിച്ചത് ഒരു വെളുത്ത കണ്ണുള്ളവനായിട്ടാണ്. അതായത് അയാൾ ഒരു വെള്ളക്കാരനായിരുന്നു. ഇതറിഞ്ഞപ്പോൾ അയാളുടെ അവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. ദൈവമേ, ഞാനിതിനെന്ത് തെറ്റാണ് ചെയ്തത്? ഒരു വെള്ളക്കാരൻ, അയാൾ ജീവിതകാലം മുഴുവൻ വെറുത്ത അതേ കൂട്ടത്തിൽപ്പെട്ടവൻ. ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആർക്കും മുഖം കൊടുക്കാനാവാത്തൊരു നാണക്കേടായി അയാൾക്കത് തോന്നി. അങ്ങനെ സ്വന്തം വ്യക്തിത്വം തന്നെ എന്താണെന്നറിയാതെ ഉഴലുന്ന സമയത്താണ് കഥയുടെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അയാളുടെ ഉള്ളിലെ ഈ പ്രതിസന്ധി ഒരു നിർണായക തീരുമാനമെടുക്കാൻ അയാളെ നിർബന്ധിതനാക്കി. അതായത് കഥയിലെ വില്ലനായ ചീറ്റിംഗ് എന്ന കന്നുകാലി മോഷ്ടാവ് വിജിറ്റിയെ തട്ടിക്കൊണ്ടുപോയി. എന്തിനാണെന്നോ? അവളെ നിർബന്ധിച്ച് വിവാഹം കഴിക്കാൻ. ഇപ്പോൾ ഷോസ് ഡിജിയുടെ മുന്നിൽ ഒരു വഴിയേയുള്ളൂ: താൻ ആരാണെന്ന ചിന്തകളെല്ലാം മാറ്റിവെച്ച് പ്രവർത്തിക്കുക. അപ്പോ അയാൾ എന്തു ചെയ്തു? അവസാനമായി ഒരിക്കൽ കൂടി അപ്പാച്ചെ ഡെവിളായി മുഖത്ത് ചായം തേച്ചു. എന്നിട്ട് നേരെ മോഷ്ടാക്കളുടെ ഒഴുത്താവളത്തിലേക്ക് ഇരച്ചു കയറി. അവിടെ 4 പേരെ കൊന്നൊടുക്കി വിജിറ്റയെ രക്ഷിച്ചു. അതുകൊണ്ടും തീർന്നില്ല. അവളെ തട്ടിക്കൊണ്ടുപോയ ചീട്ടിമിനെ പിന്തുടർന്നു പിടികൂടി കഴുകന്മാർക്ക് ഭക്ഷണമായി മരുഭൂമിയിൽ കെട്ടിയിട്ടു. പ്രതികാരം പൂർണ്ണം. അപ്പോ വിജിറ്റയെ രക്ഷിച്ചു, പ്രതികാരം ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനിയെന്ത്? അയാളുടെ ജീവിതം എങ്ങോട്ടായിരിക്കും പോവുക? കഥ ഇവിടെ തീരുന്നില്ല. അയാൾ ആരോടും ഒന്നും പറയാതെ ദൂരേക്ക് പോകുമ്പോൾ വെച്ചിട്ട് ഒരാളെ അയാളുടെ പിന്നാലെ അയച്ചു, ഒരു സന്ദേശവുമായിട്ട്. ആ അപ്പാച്ച ഡെവിളിനോട് പറയൂ, എനിക്ക് അയാൾ തിരികെ വരണമെന്ന്. കണ്ടോ, അവളുടെ മനസ്സ് മാറി. പക്ഷെ അയാൾ തിരിച്ചു വരുമോ? അതൊരു വലിയ ചോദ്യമാണ്. അവസാനം അയാളുടെ അവസ്ഥ എന്താണ്? അപ്പാച്ചകൾക്ക് അയാൾ പുറന്തള്ളപ്പെട്ടവനാണ്. വെള്ളക്കാർക്കോ അവനൊരു നിയമലംഘകനായ റെനഗേഡ്. ശരിക്കും 2 ലോകങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയൊരു മനുഷ്യൻ, ഒരിടത്തും സ്വന്തമല്ലാത്തവൻ. അയാളുടെ ഭൂതകാലം നഷ്ടപ്പെട്ടു, അയാളുടെ യഥാർത്ഥ പൈതൃകം അയാൾക്ക് അന്യവും. എന്തു ദുരന്തമാണല്ലേ? അപ്പോൾ ഈ കഥ നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് നമ്മളെ നമ്മളാക്കുന്നത്? നമ്മുടെ രക്തമാണോ,
അതോ നമ്മൾ ജീവിക്കാൻ തെരഞ്ഞെടുക്കുന്ന ജീവിതമാണോ? ഇതൊരു എളുപ്പമുള്ള ഉത്തരമുള്ള ചോദ്യമല്ല, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?